ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കാകുറാബച്ചിയുടെ പുതിയൊരു ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ അല്ല. ചാപ്റ്റേഴ്സ് 88, 89 റീ അപ്ലോഡാണ്. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ പഴയ വീഡിയോ കോപ്പിറൈറ്റ് അടിച്ചു പോയി. ഇപ്പം നമ്മുടെ ചാനലിന് അങ്ങനെ ഒരു സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ്. കോപ്പിറൈറ്റ് വരാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത്. പക്ഷേ ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ചാനൽ പോവുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ബാക്കപ്പ് ചാനലിലായിരിക്കും. ഞാൻ ഈ വീഡിയോ ആ ചാനലുമായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇപ്പം തന്നെ അത് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് പോവാം. ഇസാരു ഇപ്പോൾ ആ ചതിയനായിട്ടുള്ള കമുനാബി മന്ത്രവാദിയെ അവിടെ ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ കോർ സ്റ്റേഷനിലെ മന്ത്രവാദിയോട് പറയുന്നുണ്ട്, അതായത് എലൈറ്റ് ഗ്രൂപ്പിനെ എല്ലാം വിളിച്ചോ, നമുക്ക് ഹിഷാക്കുവിനെ വളയാമെന്ന്. പക്ഷേ ഇപ്പോഴും നമ്മൾ നമ്മുടെ ഇടയിലെ ഫുള്ള് ചതിയന്മാരെയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് ആ കോർ സ്റ്റേഷനിലെ മന്ത്രവാദി പറയുന്നുണ്ട്. ഇസാരു ആണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട്, നമുക്ക് പക്ഷേ ഇപ്പോൾ കളയാൻ സമയമില്ല, എങ്ങനെയും ഹിഷാക്കു ഷിനുച്ചിയുടെ അടുത്ത് എത്തുന്നത് നമുക്ക് തടഞ്ഞേ പറ്റുമെന്ന്. ഇപ്പോൾ ഉറുഹെ ഹാക്കുരി അവിടെ നിപ്പുണ്ട്. ഉറുഹെ ആണെങ്കിൽ ഹിഷാക്കു ടീമിനെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഹാക്കുരിയോട് ചോദിക്കുന്നുണ്ട് പുള്ളി, നിനക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. അവന് പക്ഷേ ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അവൻ റിക്കവർ ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും എന്നെ കൊണ്ട് സ്റ്റോർ ഹൗസ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അവൻ പറയുന്നു. സോ അപ്പോൾ ഹിഷാക്കുവിനെ ഇല്ലാതാക്കുകയും വേണം, അതേസമയം തന്നെ ഹാക്കുരിയെ എന്തു വന്നാലും പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണമെന്ന് ഉറുഹ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന മറ്റേ കമുനാബിയിലെ 2 ചതിയൻ മന്ത്രവാദികളുണ്ടല്ലോ, അതിലെ ഒരുത്തൻ ഉറുഹയ്ക്ക് നേരെ ചാടി ചെല്ലുന്നത്. അവനെ ഇപ്പോൾ മുകളിൽ സീലിങ്ങിൽ കൂടെ ആരോ വെട്ടുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ആ വെട്ടിയ ആള് സീലിങ്ങും പൊളിച്ച് താഴേക്ക് വരുന്നുണ്ട്. അവളെ ഇപ്പോൾ ഉറുഹ പേര് വിളിക്കുന്നുണ്ട്. അവളുടെ പേരാണ് കിരി. അവളാണെങ്കിലും ഇപ്പോൾ ഈ മരിച്ചുപോയി എന്ന് വിചാരിച്ച ഉറുഹയെ കണ്ടതിൽ സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. സോ ഇപ്പോൾ ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹാക്കുരിയെ എടുത്ത് ഉറുഹ പറയുന്നുണ്ട്, ഇത് വൈറ്റ് പ്യൂരിറ്റി സ്റ്റൈല് കണ്ടുപിടിച്ച മാസ്റ്ററായിട്ടുള്ള ആ ഇറ്റ്സുവോ ഷിരാക്കായിയുടെ കൊച്ചുമകളാണ് കിരി ഷിരാക്കായി. ഇവളെ കുഞ്ഞുനാളിൽ ബേബി സിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ ഉറുഹയും സാമുറയും ഒക്കെ കൂടെയാണ്. ഷിരാക്കായി സെൻസെ ഇപ്പോൾ മിസ്സിംഗ് ആണ്, പുള്ളി കാട്ടിലെ ഏകാന്ത ജീവിതം നയിക്കാൻ പോയതായിരിക്കും എന്ന് ഉറുഹ പറയുന്നുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരൻ ഇടയ്ക്ക് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാറുണ്ടെന്നൊക്കെ കിരി പറയുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ലൊരു അപ്പൂപ്പൻ കൊച്ചുമകൾ സ്നേഹമായിരിക്കും അല്ലേ എന്ന് ഹാക്കുരി ചോദിക്കുന്നു. പക്ഷെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിരിക്ക് അവളുടെ അപ്പൂപ്പനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. കാര്യം പുള്ളി ഒരു മെയിൽ ഷോവിനിസ്റ്റ് പിഗ് ആണെന്നാണ് അവൾ പറയുന്നത്. സ്ത്രീകളെ കൊണ്ട് ഒരിക്കലും ഫൈറ്റിംഗ് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ചൊറിയൻ വർത്തമാനം പറയുമായിരുന്നു അവളുടെ അടുത്ത്. ഇപ്പൊ ആ ഹിഷാക്കുയിലെ മുഖത്ത് ബാൻഡേഡ് ഇട്ട മന്ത്രവാദി നേരെ ഉറുഹെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഉറുഹയാണെങ്കിൽ ഇപ്പൊ കാല് മടക്കി ഒരൊറ്റ തൊഴി, അവൻ ഭിത്തിയും പൊളിച്ച് അപ്പുറത്ത് പോയി. ഇപ്പൊ ഇത് ഉറുഹയുടെ ഒരു മന്ത്രവാദമാണ്, കോയൻ ക്രിംസൺ റെസൈറ്റൽ. ഇതുകൊണ്ട് പുള്ളിയുടെ ഫിസിക്കൽ പവേഴ്സ് ഒന്നുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്യും. സോ അതൊരു 1.5 കിക്കായിരുന്നു. ഇപ്പൊ ആ മൊട്ടത്തലയൻ ഹിഷാക്കു ആണെങ്കിൽ മാക്കോ ഡീമൺ ബൈറ്റ് എന്നും പറഞ്ഞ് ഒരു മന്ത്രവാദം ചെയ്യുന്നുണ്ട്. ഒരു വലിയ സിംഹത്തല ഉണ്ടാക്കിയവൻ ഉറുഹയ്ക്ക് നേരെ വിടുകയാണ്. ഉറുഹ ഇപ്പോൾ കിരിയെടുത്ത് ഹാക്കുരിയെ ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞിട്ട് ആ സിംഹത്തല സ്ലാഷ് ചെയ്യുന്നുണ്ട്. യൂറയാണെങ്കിൽ ഇപ്പോൾ ഉറുഹ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി വരുന്നു. അതിനുള്ള വെപ്പൺ ഒരു ബുക്കിൽ നിന്ന് മാജിക് ഉപയോഗിച്ച് അവൻ വലിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ തമ്മിൽ ക്ലാഷ് ചെയ്തിരിക്കുകയാണ്. ഉറുഹയാണെങ്കിൽ ഇപ്പോൾ യൂറയോട് ചോദിക്കുന്നുണ്ട്, സോഡ് ബെയറേഴ്സിനെ കൊല്ലാനായിട്ട് പഠിച്ച പണി 18ഉം പയറ്റി തീർന്നുകൊണ്ടാണോ അവസാനം നീയൊക്കെ നേരിട്ട് കളത്തിലിറങ്ങിയത്? യൂറയാണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട്, അതെ, ഞങ്ങൾക്കിനി തീരെ സമയമില്ല. സോ ഞങ്ങളുടെ വഴിക്ക് തടസ്സം നിൽക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇപ്പോൾ കൂടുതൽ കമുനാബി ടീംസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് ആ മുഖം മൂടി വെച്ചിരിക്കുന്ന മന്ത്രവാദി യൂറയോട് പറയുന്നുണ്ട്. ഉറുഹ ഇപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ജയിക്കാൻ പറ്റില്ല, നിങ്ങൾ 5 പേരേ ഉള്ളൂ, ഇവിടെ കുറേ മന്ത്രവാദികളുണ്ട്, എല്ലാവരും നിങ്ങളെ ഇപ്പോൾ വളയുമെന്ന്. യൂറ ഇപ്പോൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഒന്നും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കും അറിയാം. ഞങ്ങൾക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇവിടെ കുറച്ച് നേരത്തേക്ക് ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷൻ ഉണ്ടാക്കണം, അത്ര തന്നെ. ഇത് പറയുമ്പോൾ ഇപ്പോൾ ആ യൂറയുടെ കണ്ണ് ആ സോട്ട് മാസ്റ്ററിൻ്റെ ഇതുപോലെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടിട്ട് ഉറുഹ ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട്. ആ മൊട്ടത്തലയൻ ഇപ്പോൾ കുറേ സിംഹത്തല ഉണ്ടാക്കി ആ ഹാക്കുരിയും കിരിയും നിൽക്കുന്നിടത്തും ഉറുഹ നിൽക്കുന്നിടത്തോട്ടും ഒക്കെ വിടുന്നു. ഇപ്പോൾ ഹാക്കുരിയോട് അങ്ങ് സൈഡിലോട്ട് മാറി നിന്നോളാൻ പറഞ്ഞിട്ട് കിരി ആ സിംഹത്തലയെല്ലാം സ്ലാഷ് ചെയ്യാനായിട്ട് അവളുടെ കറ്റാനെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതേസമയം യൂറ ഉറുഹയോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇറക്കി കളിക്കാൻ ഒരു കാർഡ് കൂടിയുണ്ട്, മരണക്കളി. നമ്മളിപ്പോൾ ക്ലൗഡ് ഗോജറിൻ്റെ ആ പഴയ കോൺട്രാക്റ്റഡ് ബെയറർ, അതായത് ആദ്യത്തെ കോൺട്രാക്റ്റഡ് ബെയററിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അങ്ങേരുടെ പേരായിരുന്നു ഇബുക്കി മിസാക്ക. സെയ്റ്റ യുദ്ധത്തിൻ്റെ സമയത്ത് 20 വയസ്സായിരുന്നു പുള്ളിക്ക്. എന്നാൽ സാമുറയുടെ ലെവലിൽ ഫൈറ്റ് ചെയ്തിരുന്ന ഒരു സോർട്സ്മാൻ ആയിരുന്നു പുള്ളി. റസന്റിൽ നിന്ന് 3 വർഷങ്ങൾക്ക് മുമ്പ് കുനിഷിക റോക്കുഹിര മരിക്കുന്ന ആ ദിവസം തന്നെയാണ് ഇബുക്കി മിസാക്കയും കൊല്ലപ്പെടുന്നത്. കൊന്നതാണെങ്കിലും ഒരൊറ്റ ഹിഷാക്കു മെമ്പർ. ഇപ്പോൾ ഇവിടെ ത്രെറ്റ് എലിമിനേഷൻ ഗ്രൗണ്ടിൽ അസാമി തോൽപ്പിച്ചിട്ടിരിക്കുന്നത് ആ മെമ്പറിനെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, അതായത് റോക്കുഹിര മരിച്ചിടത്ത് ഇയാളുണ്ടായിരുന്നു, അതേസമയം തന്നെ ഇയാൾ പോയി മിസാക്കയും കൊന്നു, അതെങ്ങനെ? അതാണ് പുള്ളിയുടെ മന്ത്രവാദം. അങ്ങേര് മന്ത്രവാദം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു പപ്പറ്റ്, ഒരു പാവയായിരുന്നു റോക്കുഹിരയുടെ മർഡർ സീനിൽ ഉണ്ടായിരുന്നത്. മിസാക്കയെ പോയി കൊന്നത് ഒറിജിനലായിട്ടുള്ള അവനും. അതേപോലെ തന്നെ അസാമി ഇവിടെ തോൽപ്പിച്ചിട്ടിരിക്കുന്നത് അവൻ അതുപോലെ കൺട്രോൾ ചെയ്യുന്ന ഒരു പാവയാണ്. അപ്പോൾ ശരിക്കുള്ള അവൻ ഇപ്പോൾ വേറെ എവിടെയോ ആണെന്ന് അസാമി ഇങ്ങനെ ചിന്തിക്കുന്നു. അവനിപ്പോൾ ഒരു അമ്മച്ചി നടത്തുന്ന പെട്ടിക്കടയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
പാവയെ കൊണ്ടപ്പോൾ അസാമിയെ തോൽപ്പിക്കാൻ പറ്റില്ല, പുള്ളി കുറച്ച് ടഫാണ് എന്നൊക്കെ അവനിങ്ങനെ നിന്ന് പറയുന്നു. സോ ഇപ്പോൾ ഇവന്റെ പേരാണ് ഹോക്കുട്ടോ. ഇവനപ്പോൾ ഇങ്ങനെ ഉഴപ്പി അടിച്ച് പെട്ടിക്കടയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മറ്റേ തൊപ്പി വെച്ച ഹിഷാക്കു മന്ത്രവാദി ഇവനെ വിളിക്കുന്നുണ്ട്. ഹോക്കുട്ടോ ഇങ്ങനെ മാറി നിൽക്കാതെ നീയും ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി ഫൈറ്റ് എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പക്ഷേ ഹോക്കുട്ടോയ്ക്ക് തീരെ താല്പര്യമില്ല. ഇപ്പോൾ ഈ തൊപ്പി വെച്ച മന്ത്രവാദിയാണെങ്കിൽ ഹോക്കുട്ടോയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. എടാ നീ ഭയങ്കര സ്ട്രോങ്ങറാണ്, മിസാക്കയെ ഒറ്റയ്ക്ക് പോയി തോൽപ്പിച്ചവനല്ലേ നീ എന്നൊക്കെ. ഇപ്പോൾ ആ കാര്യം എൻ്റെ അടുത്ത് ഇനി മിണ്ടിപ്പോരുതെന്ന് ഹോക്കുട്ടോ പറയുന്നു. കാര്യം 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ മിസാക്കയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ മിസാക്ക ആ പഴയ മാസ്റ്റർ സോർട്സ്മാൻ ഒന്നും ആയിരുന്നില്ല. അങ്ങേര് വളരെ വീക്കറായിട്ടുണ്ടായിരുന്നു, ഒരുമാതിരി പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞൊരു സിംഹത്തെ പോലെ. ഇപ്പം അങ്ങനെ ഒരു മിസാക്കയെ തോൽപ്പിച്ചതിൽ നിന്ന് എനിക്ക് യാതൊരു കിക്കും കിട്ടിയിട്ടില്ല. അന്ന് മുതൽ ഒരു റിയൽ സോർട്സ്മാനുമായിട്ടുള്ള ഫൈറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊതിക്കുന്നതെന്നൊക്കെ ഇവൻ പറയുന്നു. ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ആരുമായിട്ടും ഇവന് ഫൈറ്റ് ചെയ്യാനിപ്പോൾ താല്പര്യമില്ല. അപ്പോഴാണ് ആ തൊപ്പി വെച്ച മന്ത്രവാദിക്ക് ഒരു മെസ്സേജ് കിട്ടുന്നത്. അതായത് ഉറൂഹ ജീവനോടെയുണ്ട്. അയാളത് ഇവന് പാസ് ചെയ്യുന്നു. ഇപ്പോൾ ഉറൂഹയെ പോലെ ഒരു മാസ്റ്റർ സോർട്സ്മാൻ ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ട് എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഇവന് ആകെ ത്രില്ലായി. ഇപ്പോൾ ആ പെട്ടിക്കടയിലെ അമ്മച്ചിക്ക് ഒരു ഫ്ലൈയിങ് കിസ്സും കൊടുത്തിട്ട് ഇവൻ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഓടുകയാണ്. ഇപ്പോൾ കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സിലെ അണ്ടർഗ്രൗണ്ട് ലെവൽ 3 ട്രെയിനിങ് റൂമിൽ ഒരുത്തൻ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ട് നിൽക്കുന്ന അവൻ്റെ നേർക്ക് അവൻ ട്രെയിനിങ്ങിന് വേണ്ടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ തടിക്കഷ്ണങ്ങൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു പോകുന്നുണ്ട്. അവനിപ്പോൾ അവൻ്റെ കയ്യിലുള്ള 2 വാൾ വെച്ച് ആ തടിക്കഷ്ണങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് അരിഞ്ഞു തള്ളുന്നു. എന്നിട്ട് ഇവനിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവൻ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇബുക്കി മിസാക്കയുടെ അനിയനാണ്. ഇവർ ബ്രദേഴ്സ് രണ്ടുപേരും കിടിലൻ ഫൈറ്റേഴ്സ് ആയിരുന്നു. സെയ്റ്റേ യുദ്ധത്തിന്റെ സമയത്ത് ഇവർ ടോക്കിയോയിലേക്ക് എത്തുന്നു. അധികം വൈകാതെ തന്നെ ഇവന്റെ ചേട്ടനായിട്ടുള്ള ഇബുക്കി മിസാക്കയെ ക്ലൗഡ് ഗൗജറിന്റെ കോൺട്രാക്റ്റഡ് ബെയറായിട്ട് തിരഞ്ഞെടുക്കുന്നു. ലാസ്റ്റിലെ എൻചാൻറ്റഡ് ബ്ലേഡ് ആയിട്ടുള്ള കുമയൂരിയുടെ കോൺട്രാക്റ്റഡ് ബെയറായിട്ടെങ്കിലും ഇവനെ തിരഞ്ഞെടുക്കുമെന്ന് ഇവൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അവസരം റോക്കുഹിരോ കൊടുത്തത് ഉറൂഹയ്ക്കായിരുന്നു. ഇപ്പോൾ അതിന് ഇവൻ ഉറൂഹയോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. കാര്യം ഉറൂഹയ്ക്ക് ആ സമയത്ത് 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഇവനേക്കാളും 1 വയസ്സ് താഴെ. അപ്പോൾ എന്നെ തഴഞ്ഞിട്ട് അവൻ എന്താണ് ഈ അവസരം കൊടുത്തതെന്ന് ഇവൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ ബ്രദറായിട്ടുള്ള ഇബുക്കി മിസാക്ക ഇവൻ്റെ അടുത്ത് പറയുമായിരുന്നു, അതായത് നമുക്കൊരു ചെറിയ വീക്ക്നെസ് പോലും ഉണ്ടാവരുത്, അതുവരെ നമ്മുടെ തോൽവിക്ക് കാരണമായേക്കാം. അപ്പോൾ അങ്ങനെ ഇവർ 2 വഴിക്ക് പിരിഞ്ഞു. യുദ്ധത്തിന് ശേഷം ഇവൻ്റെ ചേട്ടന് ഫൈറ്റ് ചെയ്യാനുള്ള വില്ലെല്ലാം നഷ്ടപ്പെട്ടു. ചേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചേട്ടൻ വീക്കായി. അങ്ങനെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഹിഷാക്കുവിൻ്റെ കൈകൊണ്ട് ചേട്ടൻ കൊല്ലപ്പെട്ടു. പക്ഷേ ഞാനൊരിക്കലും ചേട്ടനെ പോലെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്, എനിക്ക് ആ വില്ല് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഇവൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന ഇവൻ്റെ അടുത്ത് ഇവൻ്റെ സബോർഡിനേറ്റ് വന്ന് അലറി വിളിച്ച് പറയുന്നുണ്ട്, നാറ്റ്സുക്കി ഇവിടെ എമർജൻസി സിറ്റുവേഷനാണ്, ഹിഷാക്കു ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന്. സോ ഇപ്പോൾ ഹിഷാക്കു എന്ന് കേട്ടപ്പോഴത്തേക്ക് ഇവൻ്റെ റിവെഞ്ച് ഓണായി ഇവൻ പവറപ്പ് ആവുന്നുണ്ട്. ഇവൻ്റെ പേരാണ് നാറ്റ്സുക്കി മിസാക്ക, കമുനാബിയിലെ ടോഗോ സ്ക്വാഡിന്റെ കമാൻഡർ. ടോഗോ സ്ക്വാഡ് എന്ന് പറയുമ്പോൾ മുമ്പ് ഷിബ കമാൻഡറായിട്ടിരുന്ന സ്ക്വാഡായിരിക്കും. കാര്യം ഷിബയുടെ ഫുൾ നെയിം ആണല്ലോ ടോഗോ ഷിബ. സോ ഗൈസ്, അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. പുതിയ ചാപ്റ്റേഴ്സിന്റെ വീഡിയോ അടുത്ത ദിവസം നമ്മൾ വൺ പീസിന്റെ വീഡിയോ ഇട്ടതിന് ശേഷം ഇടുന്നതായിരിക്കും. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ എൻ്റെ ആ ബാക്കപ്പ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ, ബൈ.